മതവും കൂട്ടിക്കലർത്തുന്ന മുസ്ലിം ലീഗിൽ ഇരുന്നിട്ട് ഷാക്കിറിന് ഇത്ര അഹങ്കാരത്തോടെ അവൻ ഈ രാജ്യത്തിനെ ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാരെ പറ്റി സപ്പോർട്ട് ചെയ്യാൻ ആരാണ് ധൈര്യം കൊടുക്കുന്നത്? ഇവരൊന്നും ഒറ്റക്കുള്ള ധൈര്യമില്ല. ഇതൊക്കെ തന്നെയാണ് ആഗോള തലത്തിലുള്ള പാൻ ഇസ്ലാമിക് ജിഹാദികൾ. ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ ആരെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തത്? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തത്? നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയല്ലേ? എന്നെ വിമർശിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നെയോ എന്റെ പാർട്ടിയെ വിമർശിച്ചോളൂ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്നെ വിമർശിച്ചോ, എന്റെ പാർട്ടിയെ വിമർശിച്ചോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പറയാത്തത് പറയല്ലേ? നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന വലിയ പാർട്ടിയാണ്. നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ പോവല്ലേ? ഇത് ഇവിടെ ഭയങ്കര കോഴിക്കോട് കളിക്ക് ഇറങ്ങാൻ പോയി. ഞങ്ങൾ ആളെ കൊണ്ട് ഇവിടെ ബ്ലോക്കാണ് ഭയങ്കര. ഷാക്കിർ സംസാരിക്കുമ്പോൾ ഇവിടെ ആരും സംസാരിക്കാൻ അനുവദിച്ചില്ല. വളരെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് ഷാക്കിറിന് പറയാനുള്ള അവസരം ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ നുസ്രത്ത് ജഹാൻ സംസാരിക്കുകയാണ്. അവർ സംസാരിക്കട്ടെ, അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. പ്ലീസ്, ഒരു ജനാധിപത്യ മര്യാദയൊക്കെ ആകാം നമുക്ക്. ഷാക്കിർ ഇവിടെ പറഞ്ഞു, ബിജെപിയുടെ ആളും മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായിട്ടുള്ള ആള്, ബാക്കി രണ്ടാളും എവിടുന്നോ വഴിപെറുക്കികളാണെന്നാണ് ഷാക്കിർ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഷാക്കിർ ആ പറഞ്ഞ സമയത്ത് ഷാക്കിറിന്റെ അണ്ണാക്കിൽ എന്തായിരുന്നു? ഷാക്കിറിന്റെ ഈ ഒരു വലിയ ബോധം എവിടെ പോയി? അപ്പൊ ആ തരത്തിലുള്ള മോറൽ ഹൈ ഒക്കെ അത് വീട്ടിൽ വെച്ചാൽ മതി. അത്തരം ജിഹാദി അല്ല ഷാക്കിർ, ഈ എന്താ മരപ്പൊട്ടം വല്ലതാണോ? എടാ, എൻ്റെ നേരെ പട്ടി കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് കുറച്ചുകൊണ്ടിരിക്കൂ. എടാ, പട്ടികൾ അങ്ങനെ തന്നെയാണ്. ഒരു 4 പട്ടികൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അയറ്റുകൾ കുറയ്ക്കും. ആരതിൻ്റെ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൊണ്ടേയിരിക്കും. കുറേ കുറച്ച് ഈ തൊള്ള കുഴയുന്ന സമയത്ത് അയറ്റുകൾ കുര നിർത്തും. അതിന് ഈ മനുഷ്യനായിട്ടുള്ള ഈ തിരിച്ച് കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഈ അല്ലേ തോറ്റുപോവുക? ആ ഒരു സാമാന്യ ബോധം വേണ്ടേ ഒരു വഴിക്കൂടെ നടന്നു പോകുമ്പം? ഒന്നുകിൽ പട്ടികളുള്ള വഴിക്ക്, നായ്ക്കളുള്ള വഴിക്ക് പോകാണ്ടിരിക്കുക. അതല്ല, ഈ പോണ വഴിക്ക് എവിടെയെങ്കിലും പെട്ടുപോയി 4 നായ് ചാടി നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ മിണ്ടാണ്ടിരുന്നേക്കുക. അല്ലാണ്ട് നായിൻ്റെ കുര നിർത്താൻ വേണ്ടി നായിൻ്റെ വാലി ഈ കുഴലിലിട്ടുകൊണ്ട് അത് നിവരാൻ പോകണമെന്നില്ല. ഒരിക്കലും നിവരൂല. അതിങ്ങനെ മടങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. മടങ്ങിയ വാലിന് താഴത്തു കൂടെ തൂറി പരിചയമുള്ള സാധനങ്ങളാണ് ഈ നായി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വെറുതെ ഐറ്റളെ നന്നാക്കാൻ പോവരുത്. ഐറ്റളെ നന്നാക്കി കഴിഞ്ഞാൽ ബാക്കിലൊക്കെ അടപ്പ് വരെ ഇട്ടിട്ട് നിൽക്കേണ്ടി വയറ്റേക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോകാണ്ടിരിക്കുക. ഞാൻ ഷാക്കിറിനോട് പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഈ നമ്മളിപ്പം കണ്ട ഈ ഒരു സംവാദത്തിൻ്റെ കാര്യം നമുക്ക് പറയാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് വിട്ടുപോയി. സംവാദം പുറത്തുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പം ഈ സംവാദത്തിൻ്റെ ഭാഗമായിട്ട് ആ സംവാദത്തിൻ്റെ ക്ലിപ്പുകൾ എടുത്തിട്ട് ഷാക്കിർ പറഞ്ഞ 1-2 കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പാൽക്കുപ്പി മോൻ, അതാണ് ഏറ്റവും രസം. ഒരു ടിൻറ്റുമോൻ എന്ന് പറയാം. ഒരു ടിൻറ്റുമോൻ ഘോരം പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ടിൻറ്റുമോൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അതായത് RSS ആണല്ലോ ഇന്ത്യ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി BJP ആണ്. BJPയുടെ ഏതോ മൂത്രം വെച്ച് തെറിച്ച ബന്ധത്തിലുള്ള RSS ആണോ അല്ലെ ഇന്ത്യ. RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണെന്നാണ് നമ്മുടെ ഈ പാൽക്കുപ്പി മോൻ പറഞ്ഞത്. ഈ പാൽക്കുപ്പി പറഞ്ഞത് കേൾക്കാം നമുക്ക്. ആരും ചിരിക്കാനും നിൽക്കരുത് കേട്ടോ. വെറുതെ തമാശയാക്കി എടുത്താൽ മതി. നിങ്ങൾ വെറുതെ രോഷം കൊള്ളാനും ദേഷ്യപ്പെടാനും നിൽക്കരുത്. ഒരു പാൽക്കുപ്പിയുടെ വിവരമില്ലായ്മയായിട്ട് കണ്ട് അതിനങ്ങോട്ട് വിട്ടേക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വാ. നമസ്കാരം. ഭീകര സംഘടനയാണോ അതോ പോരാളികളാണോ? അതിനൊരു മറുപടി പറഞ്ഞു പോകൂ പ്ലീസ്. അതിനെങ്കിലും പ്ലീസ്. അതെങ്കിലും പറയൂ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാൽക്കുപ്പി. പാൽക്കുപ്പി എന്തോ ചോദിക്കുന്നുണ്ട്, എന്താന്ന് കേട്ടിട്ട് വരാം. ബലറാമിനും അത് പറയാനുള്ള നട്ടലില്ല. ക്ഷമയോടെ കേൾക്കാൻ തയ്യാറുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷമയോടെ നോക്കിയിരിക്കുകയാണ് താങ്കൾ എന്ത് പറയുന്നു എന്നറിയാം. കേൾക്കോ? പറയൂ. ലീഗിലെ ജിഹാദി കുട്ട പറ, അതിന്റെ മറുപടി പറ, പോരട്ടെ ഇങ്ങോട്ട്. എൻ്റെ പൊന്നു ഷാക്കിറെ, ഇങ്ങനത്തെ പല വാണങ്ങളും നിന്നോട് പലതും ചോദിക്കട്ടോ. ലീഗിലെ ജിഹാദി കുട്ടൻ കൊള്ളാലോ, നല്ല പേരാണല്ലോ. എന്താണെങ്കിലും വേണ്ടില്ല. ചാണകപ്പുഴയും ഒന്നല്ലല്ലോ, അത് വലിയ കാര്യം. ജിഹാദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ജിഹാദിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് അത് ചെയ്ത് തീർക്കണം, ആ രീതിയിലോട്ട് മനസ്സുള്ള ഒരാളാണ് ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലതാണ്. ഈ ഒരു ലീഗിൻ്റെ ജിഹാദി കുട്ടൻ തന്നെയാണ് നീ. അതായത് ലീഗിനെ സ്ട്രോങ് ആക്കണം, അതല്ലെങ്കിൽ ലീഗ് എന്ന് പറഞ്ഞാൽ നിൻ്റെ പാർട്ടിനെ സ്ട്രോങ് ആക്കണം, അല്ലെങ്കിൽ അതിനെ മോൾഡ് ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ജിഹാദി കുട്ട നീ പറഞ്ഞോ. പക്ഷെ നീ പറയാൻ പോകുന്നത് ചാണകപ്പുഴുവിനോടാണ്. ചാണകപ്പുഴുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ചാണകം ഇങ്ങനെ കുറേ ഇട്ട് പുഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ചാണകത്തിൽ പ്രത്യേകതരം പുഴു വരും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ കാക്കയും പരുന്തൊക്കെ വന്നിട്ട് ഇടക്ക് ഇതിനെ കൊത്തി തിന്നാൻ വേണ്ടി വരും. നല്ല പോഷക ഗുണം ഉണ്ടെന്നാണ് കേട്ടത്. ഒന്നുകിൽ നമ്മൾ വളമാക്കി തെങ്ങിനിട്ട് കൊടുക്കണം, അതല്ലെങ്കിൽ വീട്ടിലെ കോഴിക്കും മറ്റേ പട്ടിക്കും ഇതിനൊക്കെ അത് കഴിക്കാൻ കൊടുക്കണം. ഇതാണ് ചാണകപ്പുഴു. അപ്പം നമുക്ക് ഈ പുഴു ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഹമാസ് അവരവകാശപ്പെടുന്നത് ഫലസ്തീനിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടത്തിൽ എണ്ണുമ്പോൾ 1 ഇസ്രായേൽ, 2 അമേരിക്ക, 3 RSS, ആ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഹമാസിനെയും വേണം. അതാണ് ദാറ്റ്. ഈ മുസ്ലിം ലീഗിലെ ജിഹാദി പറഞ്ഞു വന്നതിൻ്റെ രീതി മനസ്സിലായോ? ഒന്നാമത് ഇസ്രയേൽ ഒരു ഭീകരവാദി രാഷ്ട്രമാണ്. രണ്ടാമത് അമേരിക്കയാണ്. ഇത് രണ്ടും രാജ്യങ്ങളുടെ പേരാണ്. മൂന്നാമത് RSS എന്നാണ് പറഞ്ഞത്. കാരണം അവൻ്റെ മനസ്സിലുള്ളത് ഇന്ത്യ എന്നാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവൻ വിവരം അറിയും. അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു മൂക്കെ പിടിച്ച് RSS എന്ന് പറഞ്ഞത്. ഇവന്മാർ പണ്ടേ ഇങ്ങനെ തന്നെയാണ്. അതെ, നമ്മൾ പണ്ടേ ഇങ്ങനെ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ മുസ്ലിങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ ആൾക്കാർ പണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത ആൾക്കാരാണ്. നമ്മൾ RSSനെ പോലെ ഷൂ നക്കിയിട്ടും ആസനം ചന്തി കൈ കൊടുത്തിട്ടും അല്ല നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായത്. അതൊരു പ്രത്യേക സ്റ്റൈലാട്ടോ. അതായത് ഒരു നാട്ടിൽ ഒരു ജനത മൊത്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുന്നു. ആ കൂട്ടത്തിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്. ഈ കൂട്ടത്തിൽ ഇല്ലാത്തൊരു ടീമാണ് ഈ പറഞ്ഞ RSS. ഈ പറഞ്ഞ ഷൂ നക്കികൾ ഇവരെന്ത് ചെയ്തു? സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ ഇവർ ചെയ്തത് ബ്രിട്ടീഷുകാരെ ഷൂ നക്കി കൊടുക്കും. രാവിലെ ഇവർ കക്കൂസ് പോയി കഴിഞ്ഞിട്ട് RSSകാരെ വിളിക്കുക, വാ എന്ന് പറഞ്ഞാൽ ഇവർ ചന്തി കൊടുക്കും. ബാക്കി അല്ലറ ചില്ലറ ഇങ്ങനത്തെ ഇടത് കൈയായിട്ട് നിന്ന ടീമാണ് ഈ RSS. അതുകൊണ്ട് തന്നെ RSSന് എന്ത് മുസ്ലിം, എന്ത് മുസ്ലിം ലീഗ്, അല്ലെ, എന്ത് ഇന്ത്യ. പണ്ടൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഞങ്ങൾ RSSനെയാണ് എതിർക്കുന്നത്, സംഘികളെയാണ് എതിർക്കുന്നതെന്ന് പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഹിന്ദുത്വം എന്ന പേര് മാറ്റി. ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ ഹിന്ദു എന്ന് പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങും. അപ്പം അവരുടെ പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് ഈ രീതി മാറിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഇവൻ പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ചിട്ട്. അതായത് പണ്ട് നമ്മൾ സംഘി എന്ന് പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഹിന്ദുത്വ എന്ന് പറഞ്ഞു. ഈ ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പാലും കുപ്പി അത് കൊണ്ടുവന്നത് നിങ്ങളാ. അതായത് ഹിന്ദുത്വ എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ഈ പറഞ്ഞ മൂത്ത സംഖ്യകളാണ് നമ്മുടെ ഹിന്ദുത്വ സനാതനം എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് വന്നത്. അതിൽ മുസ്ലിങ്ങളല്ല ഹിന്ദുത്വ കൊണ്ടുവന്നത്. ആ ഒരു സാമാന്യ ബോധം എൻ്റെ പാലുകുപ്പിയെ നീ ഉണ്ടാക്ക്. എല്ലാ കാലം ഇങ്ങനെ തള്ളയുടെ അമ്മിഞ്ഞ് ഒടിച്ച് ജീവിച്ചാൽ മതിയോ? കുറച്ചൊക്കെ ലോകവിവരം ഉണ്ടാക്ക്, സ്ട്രോങ് ആവട്ടെ അങ്ങോട്ട്, പൊട്ടത്തിനെ വിളിച്ച് പറയാണ്ടിരിക്കും. ഓക്കെ, ഇനി എന്താ നിനക്ക് കേൾക്കാനുള്ളത് കൂടെ ബാക്കി കേൾക്കട്ടെ. ഉപയോഗിച്ച ആ ടെക്നിക്ക് അവൻ്റെ മനസ്സിൽ, അതായത് അവൻ്റെ മനസ്സിൽ അവൻ പറഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ? ഫലസ്തീൻ, അതായത് ഭീകരവാദികൾ, ഫലസ്തീനിലെ ഈ ഹമാസ് ഭീകരവാദികൾ പ്രയോഗിക്കുന്ന വാചകമാണത്, ഫലസ്തീൻ. നമ്മളൊക്കെ പാലസ്തീൻ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ജിഹാദികൾ വിശേഷിപ്പിക്കുന്നത് ഫലസ്തീൻ എന്നാണ്. അവനും അതേ വാക്ക് തന്നെ ഉപയോഗിച്ച് ഫലസ്തീൻ. എടാ, ഈ ഫലസ്തീനും പലസ്തീനും ഒക്കെ ഉള്ള വ്യത്യാസം ജിഹാദികൾ അല്ലെങ്കിൽ നീ പറഞ്ഞ ഹമാസ് ആൾക്കാർ ഫലസ്തീനെന്നും നിങ്ങൾ പലസ്തീനും എന്നാണ്. എടാ നീ കഞ്ഞിവെള്ളം നീ വല്ലതും കുടിച്ചിട്ടുണ്ടോ? നീ എന്താ, എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കമ്പാരിസൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഫലസ്തീനും പാലസ്തീനും ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഈ ഭീകരവാദികൾ ഈ രാജ്യത്തിന് പേര് പറയുന്നത്. ഇത് രണ്ടും ഒന്നാന്നുള്ള സാമാന്യബോധം പോലും എൻ്റെ തക്കുടുക്കുട്ടനില്ലേ? ഈ രണ്ടും ഒന്നാണും ചില ആൾക്കാർ അതിനെ സംസാരിക്കുമ്പം ഫലസ്തീനും ചില ആൾക്കാർ പലസ്തീൻ എന്ന് പറയുന്നതിൽ അതിലൊന്നും ജിഹാദിയൊന്നും ഇല്ലടാ, അതിൽ ഭീകരവാദമൊന്നും ഇല്ലടാ, മരവാഴ. നീ വെറും പാൽക്കുപ്പി തന്നെയാണല്ലോ. നീ ഇങ്ങനെ തള്ളൻ്റെ അമ്മിഞ്ഞും കൂടി ജീവിച്ചോ? ഒരു ബോധമൊക്കെ വെക്കടാ. ബാക്കി പറ. ഫലസ്തീനിലെ ഹമാസ് അവർ കരുതുന്നത്, വിശ്വസിക്കുന്നത് അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്ന്. എന്നാൽ ഇവൻ കരുതുന്ന ഭീകരവാദികൾ അഥവാ തീവ്രവാദി കൂട്ടങ്ങൾ, ഒന്നാമത് ഇസ്രയേൽ, രണ്ടാമത് അമേരിക്ക, മൂന്നാമത് അവൻ്റെ മനസ്സിലുള്ളത് ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യ എന്ന് ഇങ്ങനെ ചാലിക്കയറിയെന്ന് പറഞ്ഞാൽ അവൻ അകത്ത് കിടക്കും. അതിനാൽ അവൻ RSS എന്ന് പറഞ്ഞു. ഇനി അവൻ RSSനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്നിരിക്കട്ടെ. RSS എന്താണ്? RSS അവരുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള BJP ആണ് ഈ ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഇവൻ എന്താ പറഞ്ഞു വെച്ചത്? ഈ ഇന്ത്യ മഹാരാജ്യം തീവ്രവാദികളാണ് ഭരിക്കുന്നത്, തീവ്രവാദികൾ ഭരിക്കുന്ന രാജ്യം തീവ്രവാദ രാജ്യം. അത് തന്നെയാണ് ഈ ഡാഷ് മോൻ പറഞ്ഞു വെച്ചത്. എങ്ങനെയുണ്ട് ഈ ഡാഷിൻ്റെ വായെന്നൊക്കെ ഇത്രയും ബോധം നിങ്ങൾ വിചാരിച്ചു? ഇതിനേക്കാളൊന്നും ബുദ്ധി നിങ്ങൾ ചിന്തിക്കേണ്ട. രാജ്യം ഭരിക്കുന്നത് BJP ആണെങ്കിൽ BJPയുടെ പോഷക സംഘടനയാണ് RSS എങ്കിൽ ഇന്ത്യ എന്നാണല്ലോ അതിന് പറയാം. RSS എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഇന്ത്യയുടെ പേര് മാറ്റണമല്ലോ പൊട്ട. കോൺഗ്രസ് ഭരിച്ച കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ പേര് മാറ്റി കോൺഗ്രസ് എന്നും
ഇനി BJP ഭരിക്കുന്ന സമയത്ത് RSS എന്നൊക്കെ പേരിടേണ്ടി വരൂലേ? എടാ ഒരു സാമാന്യ ബോധമൊക്കെ വേണ്ടടാ. സ്വന്തം രാജ്യത്തിൻ്റെ പേര് നിന്റെ അണ്ടി പരിപാടികളുടെ RSSന്റെ പേര്, എടാ നീ എങ്ങനെയാടാ കമ്പയർ ചെയ്യുന്നത്? ഇത്രയും ബോധമല്ലാണ്ടായി, ഇങ്ങനെയും ബോധമല്ലാണ്ടാണോ നിങ്ങൾ പോകുന്നത്? ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പേരിൽ രാജ്യം അറിയപ്പെടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു പാലും കുപ്പിയെ, നിൻ്റെയൊക്കെ ഒരു സാമാന്യബോധം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ചാണകപ്പുഴയൊന്നും ചാണകപ്പുഴ തന്നെ. ഈ ചാണകപ്പുഴനൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ല സ്ഥലത്ത് അവിടെ കിടക്കില്ല, അതിന് ചാണകത്തിലോട്ട് തന്നെ പോകണം. ഈ അട്ടക്ക് ചളിയിൽ തന്നെ പോകണം എന്ന് പറഞ്ഞില്ല, ചാണകത്തിന് ചാണകത്തിലോട്ട് തന്നെ പോകണം. അതല്ലാണ്ട് നല്ല വീടൊന്നും ഈ ഇട്ടുള്ള വായുന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇത്ര ബോധമൊക്കെ ഇതിന് ഉണ്ടാവുള്ളൂ, കേട്ടല്ലോ. അപ്പൊ ഇനി മുതൽ ഇന്ത്യ അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞ RSS ആണ്. അവിടെ തീരുമാനിച്ചോളൂ. ഇവൻ്റെ ഒന്നും പാർട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുമതി പോലും കൊടുക്കാൻ പാടില്ല. ലോകത്തെ സകലമാന തീവ്രവാദത്തിനും പിന്തുണയുള്ള ഏക സ്ഥലം കേരളമാണ്. എൻ്റെ മരവാഴ അവൻ്റെ പാർട്ടിക്ക് മുസ്ലിം ലീഗിന് ഈ പറഞ്ഞ എല്ലാ പ്രിവിലേജും ഈ നാട്ടിലുണ്ട്. പക്ഷെ നിന്റെ RSS ഒരു കാലത്ത് ഇല്ലാണ്ടാക്കി. അതായത് നിന്റെ RSS എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നിരോധിക്കപ്പെട്ട സംഘടന എന്നുള്ള സാമാന്യ ബോധം നിനക്ക് വേണം. അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകളൊക്കെ നീ കൊണ്ടുവരണം. നിന്റെ ഈ പറഞ്ഞ പാർട്ടിക്കാണ് ഒരു കാലത്തും ഈ നമ്മുടെ നാട്ടിൽ മത്സരിക്കാനുള്ള അവകാശം കിട്ടാതാവുന്നതും കിട്ടിയിട്ടില്ലാത്തതും. അതങ്ങനെ വരൂ, അതിലൊന്നും മാറ്റമില്ല. കാരണം അത്രയും വലിയൊരു ഭീകര സംഘടനയാണ് RSS. ഹിന്ദുത്വ, നീ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുത്വ തീവ്രവാദം മുറുകെ പിടിച്ച് നടക്കുന്ന ഒരു ഭീകര സംഘടനയാണ് RSS. അതൊരിക്കൽ പ്രഖ്യാപിച്ചതുമാണ്, അതിൻ്റെ നിഴലിലാണ് ഇപ്പോൾ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. ആ ബോധം അത് വല്ലതും നിനക്ക് അറിയൂ. എന്നിട്ടാണ് ഈ മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നത് ഇപ്പുറത്ത് നിന്നിട്ട്. പൊട്ടൻ എന്ന് പറഞ്ഞാൽ മഹാപൊട്ടന. ഇവനെയൊന്നും വന്നു ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കാൻ പറ്റാതായി. നാമധാരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾ അകന്നു തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ചരിത്രം കൊണ്ടാണ്. നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ കണ്ടില്ല അവന്റെ ഉള്ളിലെ ആ സംഗീതരം, അതായത് അവന്റെ ഉള്ളിലെ തീവ്രവാദം പുറത്തു കൊണ്ട് നാമധാരി, ഏത് നാമധാരി എന്നില്ല, അതെ മുസ്ലിം നാമധാരിയാണെങ്കിൽ അവരെ ആൾക്കാർ അകറ്റി തുടങ്ങി എന്നാണ് നമ്മുടെ ഈ പറഞ്ഞ പരമസംഖ്യ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പരമസംഖ്യയുടെ ഒക്കെ മനസ്സിലിരിപ്പ് മനസ്സിലായോ? മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ ഇതൊക്കെ തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പൊ ആ ഷാക്കിറിന്റെ സ്ഥാനത്ത് വല്ല മഹാദേവനോ ഒക്കെ വന്നിരുന്നെങ്കിൽ ഇവ ഇങ്ങനെ കിടന്ന് ചലക്കൂലായിരുന്നു. കാരണം നാമധാരി അല്ലല്ലോ. അപ്പൊ മുസ്ലിം നാമധാരിയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ വന്നിട്ട് ചാണകം ഇടും, പശുമൂത്രം ഞങ്ങൾ ഒഴിക്കും, നിന്റെ മേലെ ഞങ്ങൾ ഒഴിക്കും. ഞങ്ങൾക്ക് അതാ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടി. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഞങ്ങൾ സംസാരിക്കാൻ നിൽക്കില്ല, ഉറപ്പാ. എല്ലാവർക്കും ഇവന്മാരെ ഒഴിച്ച് ബാക്കി സകലമാന ആളുകളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ച സമയത്ത് ഏതെങ്കിലും ഇതുപോലുള്ള ഡാഷ് മക്കൾ ഇവിടെ ഒരു മയ്യത്ത നിസ്കാരം നടത്തിയായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? ഇല്ല. എടാ പരമവാഴ, നീ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ. നീ പൊട്ടത്തരം വിളിച്ച് പറയരുത്. APJ അബ്ദുൽ കലാമിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം കേരളത്തിൽ ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത് നീ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിനക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. വിവരക്കേട് വന്ന് പറയല്ല എൻ്റെ പൊന്നയെ. ചാണകപ്പുഴ ഞാൻ പറഞ്ഞു, നീ അമ്മിനെ വിളിച്ചവിടെ ജീവിച്ചോ എന്നുള്ളത്. ഇമ്മാതിരി പരിപാടിക്ക് നിൽക്കരുത്. ഒരു കോണമില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഇത് ചിലക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ. എന്നാൽ അജ്മൽ കസബിനെ തൂക്കിക്കൊന്നപ്പോൾ ഇവനൊക്കെ മയ്യത്ത് നിസ്കാരം നടത്തി. ഇറാഖിലെ സദാം ഹുസൈനെ അമേരിക്ക തൂക്കിക്കൊന്നപ്പോഴും ഇവനൊക്കെ മയ്യത്ത് നിസ്കാരം നടത്തി. അതാണ് പറഞ്ഞത്. ഈ പറഞ്ഞ അജ്മൽ കസബിനെ തൂക്കിക്കൊന്നപ്പം ഇവനൊക്കെ മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരുത്തൻ അറസ്റ്റ് ചെയ്യാൻ നിന്റെ ഇന്ത്യ ഭരിച്ചിരുന്ന നിന്റെ RSSന് ഇങ്ങോട്ട് വന്നുകൂടായിരുന്നോ? NIA വിട്ടിട്ട് ആൾക്കാരെ തൂക്കിക്കൂടായിരുന്നോ? തീർച്ചയായിട്ടും കൊണ്ടുപോകണം. അജ്മൽ കസബിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ മയ്യത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ അവരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുക തന്നെ വേണം. എന്തേ ചെയ്യാത്തത്? വല്ല പൊട്ടും പൊളിയും കേട്ടിട്ട് വിവരം കൊണ്ട് പറയൽ എൻ്റെ പൊന്നാര തക്കുടുവോ? പിന്നെ സദ്ദാം ഹുസൈൻ, സദ്ദാം ഹുസൈൻ സ്വന്തം രാജ്യത്തിനെ അല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞ പോലെ അമേരിക്കനെ പോലത്തെ ഒരു ഭീകര രാജ്യം വന്നിട്ട് ഒരു രാജ്യത്തിനെ തീർക്കുന്ന സമയത്ത് പിന്നെ സാധനം പൊളിച്ചു കൊണ്ടു കൊടുക്കണം അവിടെ എന്നാ ഒമ്പിക്കൊന്നും പറഞ്ഞിട്ട്. അല്ല അറിയാത്തോണ്ട് ചോദിക്കുക, നിനക്കൊക്കെ ബോധവും വിവരമില്ലേ? നാളെ അമേരിക്ക ഇന്ത്യനെ ഇതാക്കാൻ വരുന്ന സമയത്ത് മോദിജിനെ തൂക്കിക്കൊല്ലും, നീ എന്താ പറയാ? മോദിജി ഭീകരവാദിയാണോ? പൊട്ടത്തരം പറയില്ല. ഒരു രാജ്യത്തിന്റെ തലവൻ രാജ്യം ഇല്ലാണ്ടാകുന്ന സമയത്ത് അവർക്കെതിരെ പോരാടല്ലാണ്ട് നിങ്ങളെപ്പോലെ ഷൂ നക്കാനും ആസനം ചന്തി കേൾക്കാനും അല്ല പോവുക. ആ ബോധം നിനക്കൊക്കെ വേണം. ചരിത്രം ബോധമൊന്നും അറിയില്ല, വെറും സംഗീതരം മാത്രം അറിയെങ്കിൽ വല്ല ABC മലയാളം പോലെ ചാനലിൽ പോയി കൊണച്ചോളണം, അല്ലെങ്കിൽ കർമ്മ ന്യൂസിലോ മലൻ ന്യൂസിലോ. ബാക്കിയുള്ള ആൾക്കാരായിട്ട് കുത്താൻ വരരുത്, കേട്ടോ. ലോകത്തെ സകലമാന തീവ്രവാദികൾക്കും ഇവനൊക്കെ കൂട്ടാണ്, ഇവനൊക്കെ പിന്തുണയാണ്. ഇവൻ്റെയൊക്കെ മനസ്സിലെ ദുഷിപ്പാണ് ഈ കണ്ടത്. ഇസ്രായേൽ, അമേരിക്ക, ഇന്ത്യ എന്ന് പറയേണ്ടതിന് പകരമാണ് RSS എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, ഇന്ത്യ എന്ന RSS ആണോ, RSS ആണോ ഇന്ത്യ ആണോ? അല്ല, അവൻ ഇന്ത്യ എന്ന് പറയാൻ
പറ്റില്ല, അവൻ അകത്താവും. ഇന്ത്യ ഒരു തീവ്രവാദ രാഷ്ട്രമാണെന്ന് അവൻ പറഞ്ഞാൽ അവൻ അകത്ത് കിടക്കും. അതുകൊണ്ടാണ് അവൻ്റെ ഉള്ളിലെ ആ ജിഹാദി മനസ്സ് വെച്ച് അവൻ 2 രാജ്യങ്ങളെ ആദ്യം പറഞ്ഞിട്ട് മൂന്നാമതായിട്ട് RSS എന്ന് പറഞ്ഞത്. എൻ്റെ മലവാണമേ, നിന്നോടൊരു കാര്യം പറയട്ടെ. ഇന്ത്യ തീവ്രവാദി രാജ്യം എന്ന് പറഞ്ഞാൽ അവനല്ല, നീയാണെങ്കിലും ഞാനാണെങ്കിലും നമ്മളെല്ലാണെങ്കിലും അകത്ത് കിടക്കും. അവൻ ഇന്ത്യ എന്നല്ല, അവന് വ്യക്തമായിട്ട് RSS എന്ന് പറഞ്ഞ പരമ സംഘി തീവ്രവാദി സംഘടനയുടെ പേര് അവൻ പറഞ്ഞത്. അവൻ വേറെ ഒന്നുമല്ല പറഞ്ഞത്. അല്ലാതെ ഇന്ത്യൻ ഇവനങ്ങ് ഒലത്താൻ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവാണെങ്കിൽ നമ്മുടെ ആരാണെങ്കിൽ നമ്മളെ ആൾക്കാരൊക്കെ ഈ കൊന്ന ടീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീം തന്നെയെന്നുള്ള എല്ലാവർക്കും അറിയാം അല്ലേ. അതിനെ വരെ വെടിവെച്ച് കൊന്നിട്ട് ഇപ്പോഴും ആ കൊന്ന ഗോഡ്സേനെ നിങ്ങളുടെ BJP MLA-മാരും MP-മാരും അയാളുടെ ജന്മദിനത്തിൽ വാലിട്ട് സൂക്ഷിച്ച് വെക്കുന്ന പരമനാറികൾ നിങ്ങളാണെന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ അതിനൊക്കെ നീ ഇവിടെ വന്നിട്ട് വെറുതെ അഭിപ്രായം ന്യായം പറയാൻ നിൽക്കരുത്. പൊട്ടനാവരുത് എൻ്റെ പരമ പൊട്ട. ഇങ്ങനത്തെ ഓരോ പാലും കുപ്പികൾ വന്നിട്ട് ഇങ്ങനത്തെ ഓരോ വിഡ്ഢിത്തം പറഞ്ഞ് വിളിച്ച് പൊലമ്പിട്ടാണ് പോകുന്നത്. ഇത് കേട്ട് കൈയടിക്കാൻ സംഘികളും വല്ലാത്തൊരു നാറിയ സ്ഥലമായി പോയത്. കഷ്ടം.